നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗിറ്റബിലോട്ട് നമ്മൾ ഇന്നലെ ചെയ്ത ഗൂഗിളിൻ്റെ കോഡൊന്ന് പുഷ് ചെയ്ത് നമുക്ക് ഷെയറബിൾ ആയിട്ടുള്ളൊരു ലിങ്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്കപ്പോൾ ആദ്യം ഗിറ്റബിൽ ഒരു അക്കൗണ്ട് എല്ലാവരും എടുക്കുമ്പോൾ ഏകദേശം ഈ ഒരു സെറ്റപ്പിലായിരിക്കും നിൽക്കുന്നത്. നമ്മളപ്പോൾ കോഡ് ഗിറ്റബിൽ ഒരു സ്ഥലത്ത് വെക്കുമല്ലോ, നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഫോൾഡറിൽ നമ്മുടെ കോഡ് ഫുൾ ഇരിക്കുന്ന പോലെ ഗിറ്റബിൽ ഓരോ കോഡ് വെക്കുന്നത് റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഓക്കെ അല്ലേ? ഞാൻ കണ്ടിന്യൂ കേട്ടോ. എല്ലാവരും ഇവിടെ എത്തിയോ? ഓക്കെ, നമുക്കപ്പോൾ ഒരു പുതിയ റെപ്പോസിറ്ററി സ്റ്റാർട്ട് ചെയ്യണം. ഒരു പുതിയ ഫോൾഡർ പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാം. മുകളിൽ പ്ലസ് ഐക്കൺ, അതിനകത്ത് ന്യൂ റെപ്പോസിറ്ററി. ഓക്കെ അല്ലേ? ഇവിടെ എത്തിയില്ലേ? ഓക്കെ, നമുക്കപ്പോൾ പുതിയ റെപ്പോസിറ്ററിക്ക് ഒരു പേര് കൊടുക്കണം. നമുക്ക് തൽക്കാലം ഗൂഗിൾ ക്ലോൺ എന്നിടാം, അല്ലെങ്കിൽ ഗൂഗിൾ ഹോം പേജ് അല്ല, വേണ്ട, ഗൂഗിൾ ക്ലോൺ എന്ത് പേര് വേണോ കൊടുക്കാം. കേസ് സെൻസിറ്റീവ് ഒന്നുമില്ല, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. ഓക്കെ അല്ലേ? ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ ഇടണ്ട. പബ്ലിക് എന്ന് പറയുമ്പോൾ ആർക്ക് വേണം, എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കോഡിൻ്റെ ലിങ്ക് പിന്നെ എപ്പോഴെങ്കിലും ഷെയർ ചെയ്ത് തന്നാൽ എനിക്ക് കയറി കോഡ് വായിച്ചു നോക്കാൻ പറ്റും. പ്രൈവറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. തൽക്കാലം ഇപ്പോൾ പബ്ലിക് കിടക്കട്ടെ. ഈ താഴത്തെ ഒന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യേണ്ട. ജസ്റ്റ് ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക. പേര് കൊടുത്തിട്ട് ക്രിയേറ്റ് റെപ്പോസിറ്ററി. ഓക്കെ, ഇവിടെ എത്തിയോ എല്ലാവരും? ഓക്കെ, നമുക്കപ്പോൾ ഇനി ചെയ്യേണ്ടത് ഗെറ്റ് സ്റ്റാർട്ടഡ് ബൈ ക്രിയേറ്റിംഗ് എ ന്യൂ ഫയൽ, അപ്ലോഡിങ് എൻ എക്സിസ്റ്റിംഗ് ഫയൽ. ഈ താഴത്തെ ഒന്നും നോക്കണ്ട, അത് കുറച്ച് അഡ്വാൻസ് ആണ്. നമുക്കിപ്പോൾ തൽക്കാലം കോഡ് ഇതിലോട്ട് ഇടാൻ വേണ്ടി അപ്ലോഡ് ആൻ എക്സിസ്റ്റിംഗ് ഫയൽ. അപ്ലോഡ് ആൻ എക്സിസ്റ്റിംഗ് ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ നമ്മുടെ അടുത്ത് ഫയൽ എടുത്തുകൊണ്ട് ഇടാൻ പറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡെസ്ക്ടോപ്പിലുള്ള ഫോൾഡർ ആരും ഇതിനകത്ത് വലിച്ചുകൊണ്ടിടരുത്. ഫോൾഡറിനകത്തുള്ള കണ്ടൻറ്റ് വേണം വലിച്ചുകൊണ്ടിരിക്കാൻ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫയൽ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പിനകത്ത് ഗൂഗിൾ ക്രോൺ എന്നാണ് കിടക്കുന്നത്. ഇതിനകത്താണ് ഞാൻ ചെയ്തേക്കുന്നതാ ഉണ്ടില്ലേ, 3 എണ്ണമുള്ള ഇമേജസ്, ഇൻഡെക്സ്, സ്റ്റൈല്. നിങ്ങളപ്പോൾ ഓർഡർ ഒന്നും മാറ്റർ അല്ല. ഞാൻ അപ്പോൾ ആദ്യം ഇൻഡെക്സ് വലിച്ചുകൊണ്ടിട്ടു, താഴെ അവരത് അപ്ലോഡ് ചെയ്തു, സ്റ്റൈല് ഡ്രാഗ് ചെയ്തുകൊണ്ടിട്ടു, താഴെ അവർ അപ്ലോഡ് ചെയ്തു, ഇമേജസ് വലിച്ചുകൊണ്ടിട്ടു, അതവർ 1 2 മൊത്തം 7 ഇമേജ് ഉണ്ട്. അതവർ ഫുൾ അപ്ലോഡ് ചെയ്തു. ഫോൾഡർ വലിച്ചുകൊണ്ടിടരുത്, ഫോൾഡർ അല്ല, അതിനകത്തുള്ള കാര്യങ്ങൾ വേണം ഇടാൻ. എന്ന് വെച്ചാൽ ഇൻഡെക്സ് നമ്മൾ വലിച്ചിടണം. ഓക്കെ അല്ലേ? ഞാൻ വെയിറ്റ് ചെയ്യാം, നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്യും. ഇട്ടോടാ, കണ്ടിന്യൂ കേട്ടാ. ഞാൻ ഇമേജസ് ആ ഫോൾഡർ വലിച്ചിട്ടുണ്ടോ എന്നാൽ അതിനകത്ത് കയറണ്ട, ജസ്റ്റ് ഫോൾഡറും നമ്മുടെ ഇൻഡെക്സും സ്റ്റൈലും. ആ ഫോൾഡർ ഞാൻ ഡെസ്ക്ടോപ്പിൽ ചൂസ് ചെയ്യാണ് ഫയൽസ്. ഫോൾഡർ അല്ലാതെ ആയിട്ടെങ്കിൽ അത് അത്രയും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പും ചെയ്താൽ എടാ, ഞാൻ മറ്റേ ഇത് ചെയ്തപ്പോഴേ, ഞാൻ ഇപ്പോഴാണ് ലോഗിൻ ചെയ്ത് മറ്റേ എനിക്ക് ലൈക്ക് നിനക്ക് വന്ന പോലെ അല്ല പേജ് വന്നത്. ആണോ? നീ ഷെയർ ചെയ്യ, ഞാൻ സ്ക്രീൻ ഷെയർ നോക്കാം. ഓക്കെ, നീ ഷെയർ ചെയ്തോ, നോക്കാം. ഒരു സെക്കൻഡ്. എടാ, കീർത്തിയുടെ അവന്റെ ഇതും കൂടെ നോക്കിട്ട് കണ്ടിന്യൂ ചെയ്യാം. ആടാ, കാണാം. ഇത് തന്നെ, ഇതുപോലെ തന്നെ എനിക്ക് വന്ന മുകളിൽ പ്ലസ് ഐക്കൺ, അല്ലെങ്കിൽ ക്രിയേറ്റ് റെപ്പോസിറ്ററി, അതായാലും മതി. ഓക്കെ, റെപ്പോസിറ്ററിക്ക് പേര് കൊടുക്കാം. മുകളിൽ റെപ്പോസിറ്ററി നെയിം ഗൂഗിൾ ക്ലോൺ എന്നോ മൈ സൈറ്റ് എന്നോ എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും. ഗൂഗിൾ ക്രോൺ ഒന്നും എടുത്തോടാ, കുഴപ്പമില്ല. റെപ്പോസിറ്ററി എന്ന് പറയുന്നത് എന്തോ ഉദ്ദേശിക്കുന്നത്? എടാ, നമ്മളപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഓരോ ഫോൾഡറിലല്ലേ കോഡ് വെക്കുന്നത്. അതിലപ്പോൾ ഗിറ്റബിൽ ഓരോ കോഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് റെപ്പോസിറ്ററീസ്. മനസ്സിലായില്ലേ?
ഓക്കെ എനിക്കപ്പോൾ ഒരു പ്രോജക്റ്റ് അല്ല, എൻ്റെ ഗിറ്റബിൽ എനിക്കിപ്പോൾ ഒരു 10 പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10ന്റെ കോഡും 10 റെപ്പോസിറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് പബ്ലിക് ആക്കിയാൽ എനിക്ക് അതിൻ്റെ ലിങ്ക് ഷെയറബിൾ ആയിട്ട് കിട്ടും. മനസ്സിലായില്ലേ? മനസ്സിലായി. ആ ഓക്കെ, ഞാനപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. നീ അപ്പോൾ മനസ്സിലായില്ല, ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയൽ ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. എടാ ഈ ഗിറ്റ്ഹബ് എന്തോ ഒരു കമ്മ്യൂണിറ്റി ആണ്. അല്ല, അതൊരു മാതിരി എന്താ പറയുന്നത്, കോഡാണ് മെയിൻ. ഈ ഓപ്പൺ സോഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് ഞാനൊരു പ്രോജക്റ്റ് ചെയ്ത് അതിപ്പോൾ ഓപ്പൺ സോഴ്സ് ആണ് ഞാൻ പറഞ്ഞാൽ അത് വെച്ച് ഞാൻ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്രോജക്റ്റിൻ്റെ കോഡ് ഫുള്ളും പബ്ലിക്കിന് ഓപ്പൺ ആണ്, ആർക്ക് വേണോ കയറി നോക്കാം, എഡിറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അത് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ അതാണ് പറയുന്നത്, ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ ഈ വിൻഡോസിൻ്റെ കോഡൊന്നും ഓപ്പൺ സോഴ്സ് അല്ല. അതേസമയം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. ഗിറ്റബിനകത്ത് നമ്മളിപ്പോൾ തപ്പുന്ന ഒരു കാര്യം ഓപ്പൺ സോഴ്സ് ആയിട്ട് കിട്ടിയ അതാണ് ഓപ്പൺ സോഴ്സ് മീനിങ്. കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എനിക്ക് വേണമെങ്കിലും കയറി. മനസ്സിലായില്ലേ? നമ്മളപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു ലിനക്സ് OS ആണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ കോഡ് എനിക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇതാ ഇവിടെ സെർച്ചിൽ കയറിയിട്ട് ലിനക്സ് എന്ന് തപ്പിയാൽ മിക്കവാറും കോഡ് കാണേണ്ടതാണ്. ആ ഒരു മിനിറ്റ്, ഇതാ ഓൾ ഓഫ് ഗിറ്റബ്. എടാ അത് മറ്റേ പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ? പബ്ലിക് കൊടുത്താൽ ഇപ്പോഴത്തേക്ക്. എടാ അത് കഴിഞ്ഞിട്ട് മറ്റേ താഴത്തെ 3 ഓപ്ഷൻ ഇല്ലേ? ഒന്നും ചെയ്യണ്ട, ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്താൽ മതി. ശരിയാണോ? ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഇതിപ്പോൾ ലിനക്സിൻ്റെ കോഡാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന OSൻ്റെ കോഡാണ്. C വെച്ചാണ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് അപ്ഡേറ്റ് 16 മണിക്കൂർ മുമ്പാണ്. 12,000-ന് മുകളിൽ കോൺട്രിബ്യൂട്ടർ ഉണ്ട്. മനസ്സിലായില്ലേ? ഇതിപ്പോ ഒരു റെപ്പോസിറ്ററിക്കകത്താണ് ആ OSന്റെ കോഡ് ഫുൾ ഉള്ളത്. എടാ കീർത്തി, നീ അപ്പോൾ ആ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത ശേഷം മുകളിൽ എക്സിസ്റ്റിംഗ് ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു നീല സാധനമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങോട്ട് എത്താം. മനസ്സിലായി ഞാൻ പറഞ്ഞേ? അങ്ങനെ ഒന്നും കാണുന്നില്ല. എക്സിസ്റ്റിംഗ് ഫയൽ അപ്ലോഡോ? ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്തേ നീ. ഒരു സെക്കൻഡ്. കാണുന്നുണ്ടോ? കാണാം. അതിനകത്ത് അപ്ലോഡ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ, ക്രിയേറ്റ്, അത് കഴിഞ്ഞ് അപ്ലോഡ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ, താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് ബൈ അപ്ലോഡ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ മുകളിൽ ലൈറ്റ് ബ്ലൂ. അത് തന്നെ അത് തന്നെ, അത് ക്ലിക്ക് ചെയ്ത് അതിനകത്തോട്ട് നിന്റെ കോഡ് ഫയൽ, സിൻഡെക്സ്, സ്റ്റൈല്, പിന്നെ ഇമേജസിന്റെ ഫോൾഡർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ഡെസ്ക്ടോപ്പിൽ നിന്ന്. ചെയ്തിട്ട് പറയേ, നമുക്ക് അപ്പോൾ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. എടാ ഞാനാണെങ്കിൽ ടാബ് അറിയാണ്ട് ക്ലോസ് ചെയ്തു, അത് വീണ്ടും ഓപ്പൺ ചെയ്തു. അപ്പം വേറെന്തോ വരുന്നത്, റെപ്പോസിറ്ററി ഓപ്പൺ ചെയ്തു. എവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കട്ടെ? അത് കുഴപ്പമില്ല, അത് സീനൊന്നും ഇല്ല. ഒന്നും കൂടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും, പക്ഷെ നിന്റെ റെപ്പോസിറ്ററി അവിടെ കാണും. ഒന്നെടുത്ത് നീ സ്ക്രീൻ ഷെയർ ഞാൻ പറഞ്ഞുതരാം. ഇത് തന്നെ. നീ അപ്പോൾ ഒന്നും കൂടെ അപ്ലോഡിങ് എക്സിസ്റ്റിംഗ് ഫയൽ ക്ലിക്ക് ചെയ്താൽ മതി. യെസ്, അത് തന്നെ. ഓക്കെ അല്ലേ? ചെയ്തിട്ട് പറയാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാനപ്പോൾ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇല്ല, വെറുതെ വാരി ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ആദ്യം ഇമേജസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ചെയ്താടാ രണ്ടുപേരും?
ഹലോ. ആടാ ഞാൻ ചെയ്തു. ഓക്കെ, ഇനി കീർത്തിയും കൂടെ എടാ ചെയ്തിട്ട് പറയണേ. ചെയ്തോ? ഓക്കെ, നമുക്കപ്പോൾ ഇത് ഇത്രയും ചെയ്തെങ്കിൽ രണ്ടാമത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് വല്ലതും ടൈപ്പ് ചെയ്യാം. എന്താണ് ഇപ്പോൾ മാറ്റം വരുത്തിയത്? അപ്ലോഡഡ് ഫയൽസ് എന്നിട്ട് കമ്മിറ്റ് ചേഞ്ചസ്. ഇവിടെ എന്തെങ്കിലും ഒരു മെസ്സേജ് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി, എന്നിട്ട് കമ്മിറ്റ് ചേഞ്ചസ്. കമ്മിറ്റ് ചേഞ്ചസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ റെപ്പോസിറ്ററിയിൽ അതൊന്ന് പ്രോസസ്സിങ് ആയിക്കോട്ടെ. ഇവിടെ ഓക്കെ, നിങ്ങളുടെ റെപ്പോസിറ്ററിയിൽ നമ്മൾ വാരിയിട്ട് നമ്മുടെ കോഡും 2 കോഡ് ഫയൽസും ഒരു ഇൻഡെക്സും അല്ല ഒരു ഇമേജസും. ഇതുവരെ ഓക്കെ അല്ലേ? എല്ലാവരും ഇവിടെ എത്തിയോ? താഴെ കമ്മിറ്റ് മെസ്സേജിൻ്റെ അവിടെ ജസ്റ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ്, അത് കഴിഞ്ഞ് കമ്മിറ്റ് ചേഞ്ചസ് എന്നൊരു പച്ച ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ആവും. കണ്ടിന്യൂ ആയിട്ടാടാ. ഓക്കെ അല്ലേ? നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ കോഡ് ഗിറ്റബിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പബ്ലിഷ് ചെയ്യണം, ഒരു ലിങ്ക് ഒപ്പിക്കണം. അതിന് വേണ്ടി സെറ്റിങ്സിൽ പോവുക. മുകളിൽ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ താഴെ പേജസിൽ ക്ലിക്ക് ചെയ്യുക. പേജസിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ എത്തിയ ഓക്കെ അല്ലേ? എത്തിയല്ലേ? സോഴ്സിനകത്ത് നണ്ണ് മാറ്റി മാസ്റ്റർ കൊടുക്കുക. സോഴ്സിനകത്ത് നണ്ണ് മാറ്റി മാസ്റ്റർ കൊടുക്കുക, സേവ് ചെയ്യുക. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഡിപ്ലോയ് ആയി. ഇതാണ് സൈറ്റിൻ്റെ ലിങ്ക്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വന്നതാണ്, നിങ്ങൾ തുടങ്ങിയ ഇതിൽ വെച്ച്. ഓക്കെ അല്ലേ? ലിങ്ക് കിട്ടിയില്ലേ? മെയിൻ ആക്കിക്കോ. മെയിൻ ആണ് പുതിയ സാധനം. ഞാൻ അത് മെയിൻ ആക്കിക്കോ. നിങ്ങളുടെ മെയിൻ ആയിരിക്കും. എൻ്റെത് മാസ്റ്റർ ആണ്. മെയിൻ ആക്കിക്കോ. മെയിൻ ആക്കിയിട്ട് സേവ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? സേവ് ബട്ടൺ ഉണ്ട് ഇവിടെ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അതൊന്ന് ലോഡാകുമ്പോൾ ഇവിടെ യുവർ സൈറ്റ് ഈസ് പബ്ലിഷ്ഡ് അറ്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് വരും. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം പെട്ടെന്ന് വരത്തില്ല, ഒരു 2 to 3 മിനിറ്റ്സ്. എൻ്റെത് ലോഡായി. ചിലപ്പോൾ ഒരു 2 to 3 മിനിറ്റ്സ് എടുക്കും. അപ്പം നിങ്ങളുടെ സൈറ്റ് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? എടാ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ വന്നു എന്ന് പറഞ്ഞാൽ ഗോ ടു ഫയൽ ആഡ് ഫയൽ കോഡ് എന്ന് പറഞ്ഞാൽ അതുവരെ വന്നു. ഗോ ടു ഫയൽ എന്ന് പറഞ്ഞാൽ ഇത് നീ ഒന്നും ചെയ്തു അപ്ലോഡ്. ഇത് തന്നെ ഇതിനകത്ത് വന്നിട്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന മെനുവിൽ പേജസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സാധനം വരും. ഇവിടെ നണ്ണായിരിക്കും ഡിഫോൾട്ട് ഉള്ളത്. അത് മാറ്റി മെയിൻ ആക്കിയാൽ മതി. മെയിൻ ആക്കിയിട്ട് സേവ്. ഓക്കെ അല്ലേ? സേവ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ലിങ്ക് കിട്ടും, ഒരു പച്ച കളറിനകത്ത്. ഞാനപ്പോൾ എൻ്റെ ലിങ്ക് ഇവിടെ ചാറ്റിലിടാൻ നിങ്ങൾ കിട്ടോ, എല്ലാവർക്കും കാണാമല്ലോ ചെയ്ത പ്രോജക്റ്റ്. ഓക്കെ അല്ലേ? എനിക്ക് ഇപ്പൊ കാണിക്കുന്ന 404 എറർ എന്നാണ്. അത് കുറച്ച് നേരം എടുക്കും, ഞാൻ പറഞ്ഞില്ലേ. ചിലപ്പോൾ അവരൊന്ന് സെറ്റ് ചെയ്ത് തരാൻ. എന്താ ഋഷിയുടെ ലിങ്ക് ഒന്ന് ലോഡായോ നോക്കട്ടെ. അതൊരു മിനിമം 5 മിനിറ്റ്സ് ആണ്. ചിലപ്പോൾ പെട്ടെന്ന് ലോഡാവും. ഋഷിയുടെ കൊള്ളല്ല. ഋഷിയുടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹോസ്റ്റിംഗ് കഴിഞ്ഞു. ആദ്യത്തെ പ്രോജക്റ്റ് കഴിഞ്ഞു. ഇനിയപ്പോൾ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അവരും കൂടെ ഒന്ന് ഹോസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെ നിങ്ങൾ ഹോസ്റ്റ് ചെയ്തിട്ട് അത് വിട്ടോ, ലിങ്ക് കോപ്പി ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ നോക്കാം. ഇതാ ജിഷ്ണുവിൻ്റെ ലിങ്ക് വന്നു, അതും കൂടെ നോക്കിയിട്ടില്ല. ജിഷ്ണുവിൻ്റെ സെറ്റ് ഓക്കെ, തീരെ വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരുടെയും സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇനി ഇന്നത്തെ മെയിൻ പരിപാടിയിലോട്ട് കടക്കാം. ഞാനിന്ന് മെയിനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ CSS എഴുതാതെ എങ്ങനെ ഒരു സൈറ്റ് ഉണ്ടാക്കാം. CSS എഴുതാതെ index.html മാത്രം വെച്ച് ഒരു സൈറ്റ് ഉണ്ടാക്കാൻ എങ്ങനെ പറ്റും? അങ്ങനെ പറ്റും, പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ബൂട്ട്സ്ട്രാപ്പ്. അതിൻ്റെ ലിങ്ക് ഞാനപ്പോൾ ചാറ്റിലിടാം.
ഓക്കെ. ഇത് വെച്ചാണ് നമ്മളപ്പോൾ ലിങ്ക് എന്താ CSS ചെയ്യാതെ തന്നെ എങ്ങനെ നമുക്കൊരു സൈറ്റ് ഉണ്ടാക്കാമെന്ന് ചെയ്യാൻ പോകുന്നത്. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഡെസ്ക്ടോപ്പിൽ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കാം. ഡേ 5. ഇനി ഡേ 5 നമുക്കൊന്ന് VS കോഡിൽ ഓപ്പൺ ആക്കാം. ഫയൽ, ഓപ്പൺ ഫോൾഡർ, അതിനകത്ത് ഡേ 5. ഓക്കെ അല്ലേ? എല്ലാവരും ഇവിടെ എത്തിയല്ലോ അല്ലേ? കണ്ടിന്യൂ കേട്ടാടാ. എടാ മഴയുടെ സൗണ്ടൊന്നും ഇല്ലല്ലോ അല്ലേ? നല്ല മഴ. ഹലോ. ക്ലിയർ ആണ്. ആ ഓക്കെ. എല്ലാവരും അപ്പോൾ ഫോൾഡർ ഓപ്പൺ ആക്കിയെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് അപ്പോൾ ഇൻഡെക്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ CSS എഴുതുന്നില്ല. CSS എഴുതാതെ തന്നെ നമുക്ക് CSS ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആവശ്യമായിട്ടുള്ള കുറച്ച് ഡിഫോൾട്ടായിട്ടുള്ള HTML വരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എക്സ്ക്ലമേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വരും. അതിൻ്റെ പേര് തൽക്കാലം ടൈറ്റിൽ ബൂട്ട്സ്ട്രാപ്പ് എന്ന് കൊടുക്കുന്നു. ഓക്കെ. നമുക്കിനി ചെയ്യേണ്ട രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ CSS നമ്മളല്ല എഴുതുന്നത്. ബൂട്ട്സ്ട്രാപ്പുകാർ ഓൾറെഡി എഴുതി അവരുടെ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ അതിനെ ജസ്റ്റ് ക്ലാസ് നെയിം വെച്ച് വിളിച്ച് യൂസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ കയ്യിലല്ല CSS ഫയൽ ഇരിക്കുന്നത്. CSS ഫയൽ എവരുടെ സൈറ്റിൽ തന്നെ എവരെവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഈ ഗെറ്റ് സ്റ്റാർട്ടഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ CSSൻ്റെ ലിങ്ക് ഫയൽ തരും. അവരിതാ ഇവിടെ ഈ href cdn js ഡെലിവറി എന്നൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളതപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഹെഡ് ടാഗിലോട്ട് ഇമ്പോർട്ട് ചെയ്ത ശേഷം നമ്മൾ ക്ലാസ് നെയിം വിളിച്ച് നമ്മൾ അത് യൂസ് ചെയ്യും. അതാണ് ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് ഐഡിയ എന്ന് പറയുന്നത്. അവരുടെ CSS അവരുടെ സൈറ്റിൽ നിന്ന് എടുത്ത് നമ്മുടെ കയ്യിൽ ഇട്ടിട്ട് നമ്മൾ താഴെ ക്ലാസ് നെയിം ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യും. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഞാൻ കുറച്ച് ലാഗായി പോയി. ഇത് നമ്മളിപ്പം എക്സിസ്റ്റിംഗ് ഫോൾഡർ മാറ്റുന്ന ഇപ്പം VS കോഡിൽ. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി. ഞാൻ ഡേ 5. അത് കഴിഞ്ഞിട്ട് VS കോഡിൽ ഫയൽ, ന്യൂ ഫോൾഡർ, അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡെസ്ക്ടോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ നാവിഗേറ്റ് ചെയ്ത ശേഷം ഫോൾഡർ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ജസ്റ്റ് VS കോഡിനകത്തോട്ട് നിൻ്റെ ഡെസ്ക്ടോപ്പിലുള്ള ഫോൾഡർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താലും മതി, ഓപ്പൺ ആയിക്കോളും. ഓക്കെ അല്ലേ? ഞാനപ്പോൾ ഇതുവരെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ലിങ്ക് നമ്മളപ്പോൾ CSS ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ നമ്മൾ CSS ഇവിടെ എഴുതുന്നില്ല. അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ അവർ പറയുന്ന ക്ലാസ് നെയിം ഉപയോഗിച്ച് അത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി അവരുടെ CSS ഫയൽ നമ്മൾ HTML ഒന്ന് ലിങ്ക് ചെയ്യണം. അപ്പോൾ ലിങ്ക് ചെയ്യാന്നുള്ളത് അവരുടെ CSS പേജിൽ അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ചാറ്റിലിടാം. ഇതപ്പോൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ HTML ഹെഡ് ടാഗിനകത്ത് പേസ്റ്റ് ചെയ്താൽ നമുക്ക് പണി തുടങ്ങാം. പേസ്റ്റ് ചെയ്താൽ എല്ലാവരും ഓക്കെ അല്ലേ? കണ്ടിന്യൂ കേട്ടോ. നമുക്കപ്പോൾ അവരുടെ CSS വർക്കാവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ കമ്പോണൻസിനകത്ത് കയറിയ അവർ ലിസ്റ്റ് ഓഫ് കമ്പോണൻസ് തരും. അവർ ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് നാവ് ബാർ വേണം. സോ അപ്പോൾ ഇതാ നാവ് ബാറിൻ്റെ കോഡ് ഇതാ അവർ പറയുന്നുണ്ട്. ഞാൻ ഈ ലിങ്ക് വേണമെങ്കിൽ ചാറ്റിലിടാം. ഇതിനകത്ത് കയറി വേണമെങ്കിൽ നിങ്ങൾക്ക് നാവ് ബാർ എടുക്കാം. ഞാൻ ആദ്യത്തെ നാവ് ബാർ എന്നെ കോപ്പി ചെയ്യണേ. അതായത് ഇവിടെ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. അവരുടെ ഇത്രയും HTML കോഡ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് കോപ്പി ചെയ്തു ഞാൻ എൻ്റെ ബോഡിക്കകത്ത് കൊണ്ടിട്ടു. ലൈവ് സെർവറിൽ ഓപ്പൺ ആക്കാം ഈ ഇൻഡെക്സ് ഫയൽ. എനിക്ക് നാവ് ബാറിന്റെ സംഭവം കിട്ടിയില്ല. ആ ലിങ്കിൽ പോയോ? ഞാൻ ചാറ്റിൽ ഞാൻ അതാണ് എടുത്ത് വെച്ചോണ്ടിരുന്നത്. അത് താഴെ കമ്പോണൻസ് ഡയറക്റ്റ് ആയി കിട്ടേണ്ടതാണ്. കിട്ടിയില്ല. താഴോട്ട് അതപ്പോ അവരുടെ സൈഡിലുള്ള കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക, VS കോഡിൽ വരിക, ബോഡി ടാഗിനകത്ത് വെറുതെ അങ്ങ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ലൈവ് സെർവർ ഓപ്പൺ ആക്കുമ്പോൾ അവരുടെ നാവ് ബാർ. നമ്മൾ CSS ഒന്നും എഴുതിയില്ല, പക്ഷെ എല്ലാം നല്ല വൃത്തിക്ക് കിടപ്പുണ്ട്. കണ്ട
സെറ്റ് അല്ലേ? മനസ്സിലായോ? മനസ്സിലായടാ. ഓക്കെ. നമുക്കപ്പോൾ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു പേജ്, എനിക്കിപ്പോൾ ഇവിടെ നാവ് ബാറിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് HTML അറിയാമെന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ ഈ നാവ് ബാറ് ഇവരുടെ ഇതിനകത്തുള്ളതാ ഈ എ ടാഗ് വഴിയാണ് വരുന്നതെന്ന് അറിയാം. എനിക്കപ്പോൾ എൻ്റെ സൈറ്റ് ആയതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ നാവ് ബാർ എടുത്ത് കളഞ്ഞ് ഇവിടെ അശ്വിൻ അശോക് ആക്കാം. ഇവിടെ വേറെ എന്താ ഉള്ളത്, ഹോം മാറ്റി, ഹോം അവിടെ കിടക്കട്ടെ, ലിങ്ക് മാറ്റി എനിക്ക് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലോട്ട് കാണിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന മൈനറായിട്ടുള്ള ചേഞ്ച് മാറ്റിയൊരു സൈറ്റ് വേണമെങ്കിൽ അവരുടെ വെച്ച് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഞാൻ കുറച്ച് ബേസിക്സ് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ അതാണ്ട ഇതപ്പോൾ ഈ ക്ലാസ് നെയിം കണ്ട ഇതൊക്കെ അവരുടെ ഈ ലിങ്ക് ചെയ്തിട്ടുള്ളതിലുള്ള ക്ലാസ് നെയിമാണ്. ഈ നാവ് ബാർ കൊലാപ്സ്, ME ഓട്ടോ, MB2. അതുകൊണ്ടാണ് നമ്മൾ CSS എഴുതാതെ തന്നെ ഇത് മൊത്തം വർക്കായത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഈ CSS മൊത്തം അവരുടെ ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യപ്പെടുന്ന CSS അവർ തരുന്നില്ലെങ്കിലോ? തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനി നിങ്ങൾ കോഡ് എഴുതണ്ട, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു നെറ്റ് ഉണ്ടെങ്കിലേ വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് നെറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ അവർ ഈ ഫയൽ മൊത്തം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പ്രോജക്റ്റ് ഫോൾഡറിനകത്ത് വെക്കേണ്ടി വരും. ഇതാണ്ട ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ CSS ഡൗൺലോഡ് ചെയ്യാൻ തരും. അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ പ്രോജക്റ്റിനകത്ത് ഇട്ടിട്ട് അത് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. പക്ഷെ ഇപ്പൊ എല്ലാവരുടെയും നെറ്റ് ഉള്ളതുകൊണ്ട് പ്രോജക്റ്റ് ഫോൾഡറിന്റെ സൈസും കുറയും, കാര്യം എളുപ്പമാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതാരും വലുതായിട്ട് ഞാൻ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. നമ്മൾ നെറ്റിലോട്ടല്ലേ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നെറ്റുള്ള ഒരാൾക്കല്ലേ സൈറ്റ് വ്യൂ ചെയ്യാൻ പറ്റൂ. സോ അത് ഓക്കെ. നമുക്കപ്പോൾ ഇനി ചെയ്യേണ്ട, ഞാനപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട, നോക്കിയിരുന്നാൽ മതിയേ. ഞാൻ ഇപ്പോൾ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കിക്കോട്ടെ. കീർത്തിയായിട്ട് ചോദിച്ചില്ല, അവരെല്ലാത്തിനും ഉള്ളത് തരുമോ നമുക്ക്? ഞാനപ്പോൾ ഇത് അവരുടെ ഇതിൽ നിന്ന് എടുത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ? ഞാനപ്പോൾ ആദ്യം അവരുടെ അലൈൻമെൻ്റ് ഉണ്ട്. അവർക്ക് തന്നെ അവരുടെ CSS ആയതുകൊണ്ട് അവർക്ക് തന്നെ ഒരു അലൈൻമെൻ്റ് ഉണ്ട്. ഞാനതൊന്ന് പറഞ്ഞു തരാം അങ്ങനെയാണ് അവരുടെ അലൈൻമെൻറ്റ് വർക്കാവുന്നതെന്ന്. ഞാനിപ്പോൾ ഒന്ന് ലൈവ് സെർവറിൽ ഓപ്പൺ ആക്കിക്കോട്ടെ. ഇത് അവരുടെ അലൈൻമെൻ്റ് ആണ്. ഞാനപ്പോൾ അതിൻ്റെ കോഡും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഹെഡ് ടാഗിനകത്തോട്ടൊന്നും ശ്രദ്ധിക്കേണ്ട, നേരെ ഇതിനകത്ത് വന്നാൽ അവരുടെ ബൂട്ട് സ്ട്രാപ്പിൽ വർക്കാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ ഡിവും അവർ 12 കോളമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി മൊത്തം 11 കോളംസ് ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്യുന്നത്. നമുക്കപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ പേജിൽ മെയിൻ ഒരു കണ്ടൻ്റ് ആണെങ്കിൽ അതിനെ എനിക്ക് ആ 11-നകത്ത് എനിക്കിപ്പോൾ 4 കോളം എടുക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തുപോലെ, അല്ലെങ്കിൽ 8 കോളം എടുക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യും. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാം മെയിൻ കണ്ടൻറ്റ് 11 കോളത്തിൽ ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും. എന്താ കണ്ട മെയിൻ കണ്ടൻറ്റ് 8 കോളവും സൈഡ് കണ്ടൻറ്റ് 12 കോളമായിട്ടാണ് മൊത്തം. 2, 4, 6, 8, 10, 12. ഓക്കെ. ഇതിൽ അവരുടെ ഗ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ സ്ക്രീനിനെയും അവർ 12 ഈക്വൽ സ്പേസുള്ള കോളമായിട്ട് അവർ വെട്ടി വയ്ക്കും. നമുക്കപ്പോൾ ആ കോളത്തിനെ കമ്പൈൻ ചെയ്ത് ഇപ്പോൾ മെയിൻ കണ്ടൻ്റ് ആണെങ്കിൽ 8 കോളം മെയിൻ കണ്ടൻറ്റിനും 4 കോളം സൈഡ് ബാറിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഗ്രിഡിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ. ഒരു പേജിനെ 12 ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള റേഷ്യോയിൽ കണ്ടന്റിന്റെ പ്രയോറിറ്റി അനുസരിച്ച് അത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നമുക്കപ്പോൾ അതപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ അങ്ങനെ പറയാൻ എന്തോ കൺഫ്യൂഷൻ ഒരു ഫുൾ പേജിന്റെ സംഭവം പറയുന്നല്ലേ? ഒരു പേജിന് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് 12 കോളം ഉണ്ട് ഒരു പേജിൽ. ഈ അതിനെ നമുക്ക് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് ഇവിടെ കണ്ട 8, 4, 8, 4 ഇതിനകത്ത് വന്നാൽ 4, 4, 4. മനസ്സിലായില്ലേ? താഴെ 4. ഇതേപോലെ ഒത്തിരി ടെംപ്ലേറ്റ്സ് ഉണ്ടോ? ഇത് ഞാൻ ഇതേപോലെ ഒരു ട്യൂട്ടോറിയലിൽ നിന്ന് പൊക്കിയതാണ്. അവർക്ക് എന്നതാ ഇവിടെ മാളിൽ പോയാൽ എക്സാമ്പിളിനകത്ത് കയറിയാൽ അവർ തന്നെ കണ്ടോ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. കണ്ടില്ലേ? ഇതൊക്കെ അതാ കണ്ട ഇതിനകത്ത് ഇപ്പോൾ കയറിയ അതാ കണ്ട ഇത് 4, ഇത് 4, ഇത് 4. ബേസിക്കലി കണ്ടാൽ മനസ്സിലാവും. 4, 4, 4, 4, 4, 4. കണ്ടില്ലേ? മനസ്സിലായി? ഇതായത് കണ്ട 3, 3, 3, 3 4 എണ്ണമാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. റിലേറ്റബിൾ അല്ലേ?
ഈ മൊത്തത്തിലുള്ള ഈ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് 12. ഓക്കെ അല്ലേ? ഇതിന്റെ എല്ലാം കോഡ് അവരുടെ സൈറ്റിൽ തന്നെ ഉണ്ടല്ലേ? ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. നോക്കട്ടെ ഒരു മിനിറ്റ്, ഒരു കോഡ് തരുമോ എന്തോ, അതോ എക്സാമ്പിൾ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതാ ഡൗൺലോഡ് സോഴ്സ് കോഡുണ്ട്, കോഡും ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനിയപ്പോൾ നോക്കേണ്ടത്, ഇതിപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇൻസ്പെക്ട് ചെയ്താൽ നമുക്ക് സ്ക്രീനിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുമേ. റൈറ്റ് ക്ലിക്ക് ഇൻസ്പെക്ട് ചെയ്യുമ്പോഴത്തേക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഞാനിതിപ്പോൾ അതേ സ്ക്രീനിൻ്റെ സൈസ് ഒരു പരിധി കഴിഞ്ഞ് കുറയ്ക്കുമ്പോൾ ഇവിടെ വരുന്ന മാറ്റം ശ്രദ്ധിച്ചോണേ. ആദ്യത്തെ മാറ്റം ഇത് കണ്ടോ, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അല്ലല്ല, ആദ്യത്തെ മാറ്റം ഇത് താഴെ വന്നു. ഈ പോയിന്റ് കഴിഞ്ഞപ്പോൾ 12ൻ്റെ ഓരോ കോളം വീതം എടുത്തുകൊണ്ടിരുന്നത് 2 കോളമായത് കണ്ടില്ലേ? ഈ ഒരു റോയിൽ 12 കോളം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു റോയിൽ 6 കോളമായി. അത് ശ്രദ്ധിച്ചാ? അതിന് കാരണം എന്താന്ന് വെച്ചാൽ കോളത്തിൻ്റെ ഇടയിൽ അവർ XS, SM, MD, LG എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാ? അത് സ്ക്രീനിൻ്റെ സൈസാണ് ഉദ്ദേശിക്കുന്നത്. ഞാനപ്പോൾ സ്മോൾ സ്ക്രീനിൽ പോയാൽ അവർ പറയുന്നത് എന്താ, കോൾ XS12. XS എന്ന് പറഞ്ഞ സ്ക്രീൻ സൈസാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത്, ഏറ്റവും ചെറുത്. അതിൽ വരുമ്പോൾ ഒരു ഡിവ് 12 കോളം എടുക്കണം. അതാണ് സ്ക്രീനിൻ്റെ ഫുൾ എടുത്തേക്കുന്നത്. ഇതൊരു ഡിവാണ്, ഈ നീല കളർ സാധനം. XS സ്ക്രീനിൽ വരുമ്പോൾ ആ ഡിവ് 12 കോളം എടുക്കണം, എന്ന് വെച്ചാൽ സ്ക്രീനിൻ്റെ ഫുൾ വിഡ്ത്ത്. അതേസമയം SM വരുമ്പോൾ കോളം SM എന്ന് പറയുന്നത് ഈ സ്ക്രീൻ സൈസിൽ വരുമ്പോൾ ഒരു ഡിവ് 12 കോളത്തിൽ 6 കോളം എടുത്താൽ മതി. അതുകൊണ്ടപ്പോൾ 2 കോളത്തിൽ നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. മനസ്സിലായോ? അതപ്പോൾ കുറച്ചും കൂടെ വലുതാക്കി ഒരു മീഡിയം സ്ക്രീനിൽ വരുമ്പോൾ ഒരു ഡിവ് 4 കോളമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 4, 4, 4, 12. ഈ MD, SM, XL എന്നൊക്കെ പറയുന്നത് ബ്രേക്ക് പോയിന്റ് ആണ്. ബ്രേക്ക് പോയിന്റിന് ഓരോ വിട്ടുമായിട്ട് റിലേഷൻ ഉണ്ട്. അതപ്പോൾ അവരുടെ സൈറ്റിൽ തന്നെ ഡോക്സിനകത്ത് പോയാൽ എത്രയിൽ വെച്ചാണ് മാറുന്നതെന്ന് അവർ കാണിക്കും. ഞാൻ നോക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടോ ഇതിനകത്ത്. ബ്രേക്ക് പോയിന്റ് ഇതാണ്ട XSൽ വന്ന <578 പിക്സൽ. അപ്പോൾ ലാർജ് എന്ന് പറയുന്നത് <992 പിക്സലാണ്. സോ അപ്പോൾ LGയിൽ വരുമ്പോൾ അവർ പറയുന്നത് ഒരു ഡിവ് 3 കോളം എന്താ പറയുന്നത് ഇത് എടുക്കാവുള്ളൂ. നമുക്കപ്പോൾ LGയിലോട്ട് മാറി നോക്കാം. 992 മാറില്ല. 992 മാറിലിവിടെ വിട്ട് മാറുന്ന കാണാമേ. ഇതാണ്ട 992 വന്നപ്പോൾ LG സ്ക്രീനിലെത്തിയപ്പോൾ ഒരു ഡിവിന് 3 കോളം, 3, 3, 3, 3. ഓക്കെ അല്ലേ? അത് ക്ലിയർ? അല്ലല്ല, ഡിവ് അതെ, ഓക്കെ, ഞാനത് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഡിവ് ഇൻലൈൻ അല്ല, ബ്ലോക്ക് ലെവൽ എലമെന്റ് ആണ്. ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് വരാൻ കാരണം അവരുടെ CS ആണ്. നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് യൂസ് ചെയ്തില്ലേ, അതുപോലെ ഇവരെന്തോ ചെയ്തുകൊണ്ടാണ്. നമുക്ക് നോക്കാം അവരെങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. താഴെ ഇതാണ് ആ കോഡ്. ഈ 12 ഇത്രയും കോളത്തിന്റെ കോഡാണ് ഇതായി കൊടുത്തേക്കുന്നത്. ഇതേ കണ്ടില്ലേ, കണ്ടെയ്നറിനകത്ത് കണ്ട അവർ റോ എന്ന് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് എല്ലാം അടുത്തടുത്ത് നിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് റോ മാറ്റി നോക്കാം. റോ മാറ്റിയാൽ എന്ത് പറ്റും? ഒന്നും പറ്റിയില്ല. റോ മാറ്റിയപ്പോൾ കണ്ട ആ റോ എന്നുള്ള പ്രോപ്പർട്ടി അവരുടെ CS എഴുതിയിട്ടുള്ളതുകൊണ്ടാണ് എല്ലാം അടുപ്പിച്ച് നിന്നത്. ഓക്കെ, ഡിവ് ബ്ലോക്ക് എലമെന്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? അവരാ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് അതിനെ അടുപ്പിച്ച് നിർത്തിയത്. എങ്കിലല്ലേ 12 കോളത്തിന്റെ കോൺസെപ്റ്റ് വർക്കാവും. ഓക്കെ, അതപ്പോൾ വർക്കായി. ഈ അടുത്ത് ഇതിൽ വന്നപ്പോൾ XL വന്നപ്പോൾ ഒരു പെട്ടിക്ക് 2 കോളം, ഏറ്റവും വലുതിൽ വന്നപ്പോൾ ഒരു ഡിവിന് 1 കോളം. ക്ലിയർ അല്ലേ? പെട്ടി, ഡിവ്, ലൈൻ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ എക്സാമ്പിളിൽ. നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലോട്ട് കയറിയ ആദ്യത്തേതിൽ ആദ്യം അവരൊരു കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ഈ മൊത്തത്തിൽ ഈ ഹെഡർ, ആർട്ടിക്കിൾ, ഫൂട്ടർ, സൈഡിലുള്ള ബാർ, ഇത്രയാണ് കണ്ടെയ്നർ. കണ്ടെയ്നറിനകത്ത് ഒരു റോ തുടങ്ങിയിട്ടുണ്ട്. റോയ്ക്കകത്ത് ആദ്യം ഒരു ഹെഡർ ഇട്ടിട്ടുണ്ട്. ഹെഡർ കോളം MD8 എന്ന് വെച്ചാൽ MD8 എന്ന് പറയുമ്പോൾ ബ്രേക്ക് പോയിന്റ് നോക്കിയാൽ അറിയാം. MD എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 786 പിക്സലിന് മുകളിൽ വലിപ്പമുള്ള എല്ലാ സ്ക്രീനിലും ഹെഡറിന് 8 കോളമാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് സെൻറ്ററാണ്. നമുക്കിതൊന്ന് ചെറുതാക്കിയാൽ മനസ്സിലാവേ.
കണ്ടെയ്നറിനകത്തൊരു റോയ്ക്കകത്ത് ആദ്യം 8 എണ്ണം ഉള്ള ഒരു പെട്ടി, പിന്നെ 4 എണ്ണം ഉള്ളൊരു പെട്ടി. ഒരു കണ്ടെയ്നറിനകത്ത് റോ എന്ന് പറഞ്ഞ് ഇതെല്ലാം അടുപ്പിച്ച് നിർത്താനാണ്. അതിനകത്ത് മൊത്തം ഞാൻ പറഞ്ഞില്ലേ 12 കോളം ഉണ്ട്. അതിനെ 8 എണ്ണം ആദ്യത്തെ ഒരു ഡിവിന് കൊടുത്തു, 4 എണ്ണം സൈഡിനുള്ള സൈഡ് ബാറിന് കൊടുത്തു. 8 എണ്ണമുള്ള ആദ്യത്തെ ഡിവ് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കി. അതിനകത്ത് ഹെഡർ ഉണ്ട്, ടോട്ടൽ 8 എടുക്കാം. അതിനകത്ത് 6 ഉള്ള 2 എണ്ണം ഉണ്ട് എന്ന് വെച്ചാൽ ഓക്കെ. അതൊരു നെസ്റ്റഡ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു മൊത്തത്തിലൊരു ഡിവ്. അതിനകത്തൊരു ഡിവ് എന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്ത് 12 കോളം ഉണ്ട്. മനസ്സിലായോ? ഹലോ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. റോ എന്ന് പറഞ്ഞൊരു ഡിവിനെ നമ്മളിപ്പോൾ ഈ ഡിവിന് റോ എന്ന് കൊടുത്തുകൊണ്ട് പിന്നെയും അതിനകത്ത് 12 കോളം വരും. അതുകൊണ്ടാണ് ഇവിടെ 6 വന്നത് എന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. റോ എന്നൊരു ഡിവിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെയും 12 കോളം ക്രിയേറ്റ് ആവും. ആദ്യം അവർ റോ എന്ന് കൊടുത്തേക്കുന്നത് കണ്ടെയ്നറിനകത്ത് ഇവിടെയാണ് റോ എന്ന് കൊടുത്തേക്കുന്നത്. സോ അപ്പോൾ ഇത് മൊത്തത്തിൽ 12 കോളമായിരുന്നു. അതിനെ അവർ 8:4 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. അതിനകത്ത് വരുമ്പോൾ 8 എണ്ണത്തിൽ പിന്നെ അവർ റോ എന്ന് കൊടുത്തു എന്ന് പറയുന്നത് ഈ 8നെ പിന്നെ അവർ റോ ക്ലാസ് കൊടുത്തപ്പോൾ അതിനകത്ത് വീണ്ടും 12 എണ്ണം ക്രിയേറ്റ് ആയി. അതിനെ അവർ 6:6 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തത്. ഓക്കെ അല്ലേ? അത്യോ അത് പക്ഷേ റോ എവിടെയാണ് കൊടുത്തേക്കുന്നത്? ഹെഡറിന് ശേഷവും ഫൂട്ടറിന് മുമ്പേ ഉള്ള ഡിവിലാണ്. ഇതാകുമ്പോൾ ഈ ഡിവിനാണ് കൊടുത്തേക്കുന്നത്. ശ്രദ്ധിച്ചാ? ഇതാണ്ടോ? ഓക്കെ, ഈ ഡിവിനാണ് കൊടുത്തേക്കുന്നത്. ഈ 2 ഡിവ്, ആ 2 ഡിവ് അപ്പോൾ 6:6 എടുക്കും. ബാക്കിയുള്ള എല്ലാം 8:8 പോകും. ഇത് പിന്നെ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, വെറുതെ ഒരു എന്താ പറയുന്നത്, ഏറ്റവും എളുപ്പം ഒരു കണ്ടെയ്നർ അതിനകത്തൊരു റോ 8:4 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ റോ എന്നൊരു ഏത് ഡിവിന് ഇപ്പോൾ ഇതിനകത്തൊരു ഡിവ് ഒരു റോ തുടങ്ങിയാലും അതിനകത്ത് വീണ്ടും 8 എണ്ണമായിട്ട് അല്ല 12 കോളമായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് ഒരു ഡൗട്ട് വരാം. എന്ന് വെച്ചാൽ ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്ക്രീന് ചെറുതാക്കിയില്ലേ, അപ്പോഴല്ലേ ഇതിന്റെ മെയിൻ വ്യത്യാസം വന്നത്. ഇതപ്പോൾ റെസ്പോൺസീവ് ഡിസൈൻ എന്നാണ് ഇതിന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻ ചെറുതാക്കും തോറും ഡിസൈൻ റെസ്പോൺസീവ് ആയിട്ട് മാറുകയല്ലേ. ഈ പെട്ടി ചാടിയൊന്നും പോണില്ലല്ലോ. അതേസമയം നമ്മുടെ ഗൂഗിൾ പേജ് നമ്മളിപ്പോൾ ചെയ്തത് റെസ്പോൺസീവ് ഡിസൈൻ അല്ല. അതിപ്പോൾ എന്താ പറയുന്നത്, ഈ CSS HTML കുറച്ചും കൂടെ ഹൈ ലെവലിലെ ആപ്ലിക്കേഷനാണ് ഈ റെസ്പോൺസീവ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അതപ്പോൾ നമ്മൾ CSS വെച്ചാണെങ്കിൽ ഈ ബൂട്ട്സ്ട്രാപ്പ് നമ്മളപ്പോൾ നമ്മുടെ ഈ ഒരു പേജ് എന്തോ റെസ്പോൺസീവ് അല്ല. നമുക്കപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കിയാൽ ഒരു പരിധിക്ക് ശേഷം അത് വൃത്തികേടാവും. ഫോർ എക്സാമ്പിൾ ഇതാ കണ്ട, ഇവിടെ എത്തിയപ്പോൾ കണ്ട ഈ സെർച്ചൊക്കെ കണ്ട നടുക്കൊന്നുമില്ല. നമ്മുടെ ഡിസൈൻ ഇങ്ങനെയാണോ ചെയ്തത്? അല്ലല്ലോ. കണ്ട ഈ ഇമേജ് ഈ ഐക്കണൊക്കെ നല്ല ചെറുതായില്ലേ? മനസ്സിലായി ഞാൻ പറഞ്ഞേ? അതപ്പോൾ നമ്മൾ റെസ്പോൺസീവായിട്ട് ഡിസൈൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിവൈസസിൽ കാണാൻ വേണ്ടിയാണ്. അതപ്പോൾ ഒരു കുറച്ച് ഗൂഗിളിന്റെ നമ്മുടെ മെയിൻ ഹോം പേജ് ഇല്ലേ, ശരിക്കുള്ള ഗൂഗിൾ അത് റെസ്പോൺസീവ് ആണ്. അതപ്പോൾ നമുക്ക് അതിലെങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് നോക്കാം. റെസ്പോൺസീവ് ഡിസൈൻ നമ്മൾ ഇതുവരെ ചെയ്തതിൽ വെച്ച് കുറച്ച് പാടാണ്. ആദ്യം ബ്രേക്ക് പോയിന്റ് ഒക്കെ എവിടെയാണ് മാറുന്നതെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത് കിട്ടിയില്ലെങ്കിലും വിട്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓൺ ദ വേ നമ്മൾ പിക്കപ്പ് ചെയ്തോളാം. ആദ്യത്തെ ഇതിൽ തന്നെ മനസ്സിലാവണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു തന്നേ ഉള്ളേ. നമുക്കപ്പോൾ ചെറുതാക്കി നോക്കാം എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോയെന്ന്. നല്ല ചെറുതാവട്ടെ. അതുകൊണ്ട് ഐക്കണൊന്നും ചെറുതാവുന്നില്ല. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അങ്ങറ്റത്ത് ഒട്ടി നിന്നത് ഇപ്പോൾ സെൻറ്ററിലോട്ടാവുന്നുണ്ട്. ഇതാണ്ട വരുന്നതും അത്രയ്ക്കൊന്നും അല്ല, എന്നാലും നമ്മുടെ ഒന്നും കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? നമ്മളപ്പോൾ ഇത് ബൂട്ട് സ്ട്രാപ്പിലായതുകൊണ്ട് ബൂട്ട് സ്ട്രാപ്പിൽ നമുക്ക് ഈ കോളം കോൺസെപ്റ്റ് വെച്ച് റെസ്പോൺസീവ് ആക്കാൻ പറ്റും. ഇനി അല്ല CSS മാത്രം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ മീഡിയ കൊറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് വെച്ചാണ് നമ്മൾ CSSലാക്കുന്നത്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, അത് ഇത്തിരി അതിനകത്തപ്പോൾ അല്ല ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ MD എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഇപ്പോൾ കോളം MD ഏറ്റവുന്നതിന് പറയുന്നതിന് പകരം അതിനകത്ത് നമ്മൾ ബ്രാക്കറ്റിനകത്ത് സൈസ് എടുത്ത് പറയണം. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതപ്പോൾ നമ്മൾ കുറേ കൂടെ CSS എഴുതുന്നുണ്ട്. എന്ന് വെച്ചാൽ
ഈ സ്ക്രീനിനൊരു CSS, പിന്നെ മീഡിയ ക്വറിക്ക് അകത്ത് വിത്ത് ഇതൊന്നും നടക്കും ഇതാണ്ടോ. ഇവിടെ അപ്പോൾ 600 എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ആ സ്ക്രീനിൽ വരേണ്ട CSS മൊത്തം ഇതിനകത്ത് ഒന്നുകൂടെ എടുത്ത് പറയേണ്ടി വരും. മനസ്സിലായ? അങ്ങനെ കുറച്ചും കൂടെ പാട് കുറേ CSS എഴുതേണ്ടി വരും. അതേസമയം പിന്നെ പക്ഷേ ഈ ഫ്രെയിം വർക്കുകളുള്ള എക്സിസ്റ്റൻസിലുള്ളതുകൊണ്ട് ഒരു പരിധിവരെ എളുപ്പമാണ്. ഓക്കെ, ഞാൻ ഇനി അടുത്തതിലോട്ട് കിടക്കാം. ഗ്രിഡ് സിസ്റ്റം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാനാണ്. ഈ ബൂട്ട് സ്ട്രാപ്പിൻ്റെ തന്നെ കമ്പോണൻസ് ആണ് ഇത് ഫുള്ള്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് പറഞ്ഞുതരാം. ഇതവരുടെ അതിന് മുന്നേ അവരുടെ കളർ സിസ്റ്റം ഉണ്ട്, അത് ഈ അലേർട്ടിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതവരുടെ അലേർട്ട് കമ്പോണൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് ഇത് അവരുടെ ലിങ്ക് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തത്. ഒരു കണ്ടെയ്നർ തുടങ്ങി അതിനകത്ത് അലേർട്ട് എന്നുള്ളത് MY എന്ന് പറഞ്ഞാൽ നമ്മുടെ CSSലെ പോലെ മാർജിൻ X ആക്സിസ് പോലെ മാർജിൻ Y, MY മേളിൽ നിന്ന് താഴ്ന്നു 5. നമ്മളപ്പോൾ മാർജിൻ ടോപ്പ് ബോട്ടം 5 എന്ന്, ഈ 5 എന്ന് പറയുന്നതിന് അവർക്ക് എത്ര യൂണിറ്റ് ഉണ്ട് ഞാനത് ഓർക്കത്തില്ല. മേളിൽ നിന്ന് താഴ്ന്നു 5. പിന്നെ അലേർട്ട് പ്രൈമറി എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറ്, സെക്കൻഡറി എന്ന് പറയുന്നത് ഗ്രേ, സക്സസിന് ഗ്രീൻ, ഡേഞ്ചറിന് ഡാർക്ക് അല്ല റെഡ്, വാർണിങ്ങിന് യെല്ലോ, ഇൻഫോയ്ക്ക് ലൈറ്റ് ബ്ലൂ, ലൈറ്റിന് വൈറ്റ് കളറ്, ഡാർക്കിന് ഡാർക്ക്. ഇത്രയും കളറാണ് നമുക്ക് ബൂട്ട് സ്ട്രാപ്പ് വഴി തരുന്നത്. നമുക്കത് അല്ലാതെ വെളിയിൽ നിന്ന് കളർ ഉപയോഗിക്കാൻ കുറച്ച് പാടാണ്. മനസ്സിലായ? നമുക്കപ്പോൾ ഇത്രയും കളർ ഡിഫോൾട്ട് ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒരു വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു CSS എഴുതി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ആ ക്ലാസ് നെയിമും കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കേണ്ടി വരും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? വേറെ കളർ വേണമെങ്കിൽ. അപ്പം ഇതിന്റെ ആപ്ലിക്കേഷൻ വരെ നമ്മൾ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. എനിക്കിപ്പോൾ ആണെങ്കിൽ നാവ് ബാർ ബ്ലൂ കളറിലാവണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ നാവ് ബാറിന് വേണ്ടി എടുത്തതാണ്. ഒരു മിനിറ്റ്, ഇതൊന്ന് ലോഡ് ആയിക്കോട്ടെ. ഇതിപ്പോൾ ബൂട്ട് സ്ട്രാപ്പിൻ്റെ നാവ് ബാറാണ്. ഇതാണ്ട നമ്മൾ ആദ്യം കൊണ്ടിട്ടതാണ് മാളിൽ കിടക്കുന്നത്. അതിൻ്റെ കോഡപ്പോൾ ഇതാ. ഓക്കെ, ഇത്രയെന്ന് പറയുന്നത് മാളത്തെ നാവ് ബാറാണ്. ഞാനപ്പോൾ അതിൻ്റെ നാവ് ബാറിൻ്റെ ക്ലാസിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് പ്രൈമറി എന്ന് കൊടുത്താൽ ഒന്നും വന്നില്ല. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ, ഒരു മിനിറ്റ്. കളർ വരപ്പ നമ്മളെ ഒരു മിനിറ്റ്. അലേർട്ട് എവിടെ പോയി? അലേർട്ടിനകത്ത് അലേർട്ട് പ്രൈമറി ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഒരു മിനിറ്റ്, കളറിൻ്റെ ക്ലാസ് നെയിം അതായിരിക്കും വരാത്ത. ഞാൻ നോക്കിക്കോട്ടെ ക്ലാസ് നെയിം എന്താണെന്ന്. കളേഴ്സ് എവിടെ കളർ? ഓക്കെ, പ്രൈമറി എന്ന് വെറുതെ കൊടുത്താൽ മതി. ഓക്കെ, വെറുതെ പ്രൈമറി എന്ന് കൊടുത്ത് നോക്കാം. ഒന്നോ എവര് വേറെ ഇവിടെ ഇതാണ്ട്, ഇവിടെ നാവ് ബാർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ്ട്, അതാണ് വരാത്ത. ഓൾറെഡി ഇത് ഇവിടെ BG ലൈറ്റ് എന്ന് അവർ പറയുന്നുണ്ട്. അതാണ് എൻ്റെ പ്രൈമറി വർക്ക് ആവാത്ത. നമുക്ക് ലൈറ്റ് മാറ്റി പ്രൈമറി ആക്കി നോക്കാം. അതാണ്ട, ഇപ്പം നാവ് ബാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറി നീലയായത് കണ്ടോ? അതുപോലെ എനിക്കപ്പോൾ മാറ്റാൻ പറ്റും. ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പം നാവ് ബാർ ലൈറ്റ് മാറ്റി എനിക്ക് നാവ് ബാർ ഡാർക്ക് ആക്കാം. എന്താ വ്യത്യാസം വരുന്നത് കണ്ടോ? ടെക്സ്റ്റ് ഫുള്ള് അതേ കളറായി, വേണ്ട ലൈറ്റ് മാറി. ഇതുപോലെ നിങ്ങൾക്കും അവരുടെ ഡിഫോൾട്ട് സാധനം എടുത്ത് അവരുടെ തന്നെ ക്ലാസ് നെയിം വെച്ച് കസ്റ്റമൈസ് ചെയ്ത് പുതിയൊരു പേജ്, കംപ്ലീറ്റ്ലി പുതിയൊരു പേജ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ഇവിടെ ടേബിളുണ്ട്, ഇമേജസ് ഉണ്ട്, കറോസൽ ഉണ്ട്. കറോസൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്ലൈഡ് ചെയ്ത് പോകുന്ന ഇമേജസ് ഉണ്ട്. ഇത് അവരുടെ ഒരു അവരുടെ ഒരു കമ്പോണൻ്റ് ആണ്. അതിനകത്ത് കറോസലിനകത്ത് ഇതാണ്ട് ഞാൻ ഇമേജ് ടാഗ് മാത്രം മാറ്റി കൊടുത്തത്. അതാണ്ട് ഇവിടെ IMG ടാഗ് ഉണ്ട്. അതിനകത്തുള്ള സോഴ്സ് മാത്രം എൻ്റെ ഒരു ഫോട്ടോ ആക്കിയാൽ എനിക്ക് എൻ്റെ ഒരു പേജിൽ എൻ്റെ ഗാലറി എന്ന് പറഞ്ഞത് ഡിസ്പ്ലേ ചെയ്യാം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ കുറേ കമ്പോണൻ്റ് ഉണ്ട്. ബട്ടൺ ഉണ്ട്, അവരുടെ ബട്ടൺ ഉണ്ട്. അവർ ജസ്റ്റ് ആ ബട്ടൺ ടൈപ്പ് ബട്ടൺ ഇതാണ്ടോ, ഇത് അവരുടെ ബട്ടണാണ്. കളർ ബട്ടൻ്റെ പ്രൈമറി നമ്മൾ പറഞ്ഞാൽ തന്നെ ഔട്ട്ലൈൻ സൈസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഇതാണ്ടോ ക്ലാസ് നെയിം കൊടുത്താൽ മതി. BTN പ്രൈമറി എന്ന് കൊടുത്താൽ ബട്ടൺ. എടാ, ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴേ നമുക്ക് ഈ എല്ലാ ഓപ്ഷനും കൂടെയാണ് അവര് ലൈക്ക് നമ്മള് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നത്? ഓർ നമുക്ക് ഡിസൈഡ് ഓപ്ഷൻ ഡിസൈഡ് ഓപ്ഷൻ മാത്രം അവിടെ നിന്ന് കാണും? ലൈക്ക് മറ്റേ അതിന്റെ കോഡ് മാത്രം കാണും?
മനസ്സിലായില്ല. എന്തോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവരുടെ CSS എക്സാമ്പിൾ കാണിക്കുന്ന പറഞ്ഞാൽ ലൈക്ക് ബട്ടൺസ് അവർ എല്ലാം ഉണ്ടെന്ന് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ലൈക്ക് ആ വെബ്സൈറ്റിൽ നമ്മൾ കോഡ് എടുക്കുമ്പോൾ അവര് പ്രത്യേകിച്ച് ലൈക്ക് ആ സ്പെസിഫിക് കോഡ് മാത്രം തരത്തില്ലേ? ഈ ആ ഒരു ബട്ടന്റെ കോഡ് മാത്രമായിട്ടോ? ആ തരും. ഇത് അങ്ങനെയല്ലടാ, നമുക്കപ്പോൾ ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ നമുക്ക് എടുത്തോണ്ട് വരാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ബട്ടൺ കിടക്കുന്നു, ബട്ടൺ എനിക്കിപ്പോൾ ഒരു ബട്ടൺ വേണമെങ്കിൽ ഇവരുടെ ബട്ടണകത്ത് കയറി എനിക്ക് ആ ക്ലാസ് നെയിം യൂസ് ചെയ്താൽ മതി. കോഡെന്ന് പറയാൻ ക്ലാസ് നെയിം മാത്രമേ ഉള്ളൂ. അവരുടെ ലിങ്ക് ടാഗ് ഉപയോഗിച്ച് അവരുടെ ക്ലാസ് നെയിം ഉപയോഗിച്ച ബട്ടൺ സെറ്റാണ്. ഓക്കെ, നമ്മുടെ യൂസിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ക്ലാസ് നെയിം കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മതി, കാര്യം വർക്കാവും. പിന്നെ ഏതാ ബട്ടൺ ഔട്ട്ലൈൻ കൊടുത്ത ഔട്ട്ലൈൻ ഉള്ള ബട്ടൺ വരും. ബട്ടൺ LG കൊടുത്ത വലിയ ബട്ടൺ, ഇത് നോർമൽ ബട്ടൺ, ഇത് ചെറിയ ബട്ടൺ. യെസ്, ഓക്കെ. ഇതൊക്കെ തന്നെയാണ് ബേസിക്കലി നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതിൽ നിന്ന് എടുക്കാം. പിന്നെ എന്താ ഉള്ളത് നമുക്കപ്പോൾ തീംസ്, എക്സാമ്പിൾസ്. തീംസിനകത്ത് എന്താ ഉള്ളത്? അതും അവരുടെ കുറച്ച് എക്സാമ്പിൾ തീമുകളായിരിക്കും. ബൂട്ട് സ്ട്രാപ്പ് വെച്ച് ചെയ്ത കുറച്ച് സൈറ്റുകൾ അവർ കാണിച്ചു തരുമെന്നാണ് തോന്നുന്നത്. ഇതാണ്ടില്ലേ, ഇതൊക്കെ ബൂട്ട് സ്ട്രാപ്പ് വെച്ച് ചെയ്തതാണ്. ഉമ്മിക്കോട്ട് പൈസ കൊടുക്കണം, $50 ലൈവ് കാണാൻ പറ്റും. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇവരൊക്കെ എക്സ്പേർട്ടാണെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ്, സെറ്റ് കണ്ടാ പറയില്ല ബൂട്ട് സ്ട്രാപ്പ് ആണെന്ന്. പ്രിവ്യൂ എങ്ങനെയുണ്ട്? അതിലോടാവട്ടെ. ബൂട്ട് സ്ട്രാപ്പ് മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇവരുടെ ജിഷ്ണു നേരത്തെ ചോദിച്ച പോലെ എക്സാമ്പിൾസിനകത്തുള്ള കോഡും എടുക്കാം. അല്ലാതെ തന്നെ ഓൾറെഡി ചെയ്ത് വെച്ച ടെംപ്ലേറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ബൂട്ട് സ്ട്രാപ്പിന് അല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഒരു സൈറ്റ് വേണമെങ്കിൽ HTML പോർട്ട്ഫോളിയോ ടെംപ്ലേറ്റിനകത്ത് കയറിയതാണ്ടാ. അതാ കളർ ലിബ് W3. കളർ ലിബിനകത്ത് 50 ബെസ്റ്റ് പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്സ് ആണ്. അതിനകത്ത് അവർ ഇൻഡെക്സ് തരും, സ്റ്റൈൽ തരും. നമ്മളപ്പോൾ ടാഗ് ബേസിക്കലി ഒരു ടാഗ് എല്ലാതാണ്ട് അതിനകത്ത് ഇതേ കണ്ട് കുറേ ഉണ്ടല്ലോ. ഇതൊന്നും ലോഡായിക്കോട്ടെ. ഇതാണ്ട് ഇതപ്പോൾ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആ ജോൺസിന് എന്നുള്ള മാറ്റി എൻ്റെ പേരാക്കാൻ പറ്റും. അവർ ഫ്രീ ആയിട്ട് തരികയാണെങ്കിൽ. മനസ്സിലായില്ലേ? തുറക്കോര നമുക്കപ്പോൾ നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഒരു പേജ് രാത്രിക്കുള്ളിൽ തട്ടി ഇതിന് പൈസ കൊടുക്കണം. ഫ്രീ സൈറ്റൊക്കെ നമുക്ക് ടെംപ്ലേറ്റ് കിട്ടും. നമ്മൾ അതപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി ജസ്റ്റ് ഒന്ന് ഹോസ്റ്റ് ചെയ്താൽ മതി. ഫ്രീ നോക്കിയാൽ എൻ്റെ ആദ്യത്തെ സൈറ്റ് ഞാൻ ഒരു ടെംപ്ലേറ്റ് എടുത്ത് ചെയ്തതാണ്. എൻ്റെ നമ്മൾ ആദ്യത്തെ ഏതോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളത് ഞാൻ ചെയ്തതാണ് വിചാരിച്ചെങ്കിൽ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. ഞാൻ കാണിച്ചത് നിങ്ങൾക്കും ചെയ്യാന്നുള്ളേ ഉള്ളൂ. അത് ജസ്റ്റ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. എനിക്കൊരു സൈറ്റ് ഉണ്ട്, അത് ജസ്റ്റ് തെറ്റിദ്ധാരണ. അന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോയാലോ എന്ന് വിചാരിച്ച് അയ്യോ ഇങ്ങനെയെങ്കിൽ പിന്നെ ഞാൻ എന്തിനത് മൊത്തം പഠിക്കുന്നതെന്നുള്ളൊരു ഇൻട്രസ്റ്റ് പോയാലെന്ന് വിചാരിച്ച് അന്ന് പറയാത്തതാണ്. ഞാനത് കാണിച്ചു തരാം ഒന്നുകൂടെ. 1 വർഷം മുന്നേ ഞാൻ ചെയ്തതായിരുന്നു. അതിൻ്റെ എനിക്ക് എവിടെ അത് നോക്കിയാൽ കിട്ടും ടെംപ്ലേറ്റ്. ഇപ്പോഴും എവിടെ ഇതാ നടക്കുന്നു. ഇതാണ്ടല്ല W3 ലേഔട്ട്സ് ലൈസൻസ്. ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന സൈറ്റാണത്. ഞാൻ ജസ്റ്റ് പേര് മാറ്റി, ഫേവൈക്കൺ മാറ്റി, എൻ്റെ കുറച്ച് കണ്ടന്റ് ഇട്ട്, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ഇതിൻ്റെ ഫോട്ടോ ഇട്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഇത് ഏകദേശം 1 വർഷം വരെ ഉപയോഗിച്ചു. ഞാൻ ശരിക്കും വിചാരിച്ചു ഇത് ഞാൻ അത് സ്വന്തമായിട്ട് ചെയ്തേടാ. എന്തോ ഇതായിരിക്കണം ഡോക്ടർ, അതൊരു കോമ്പറ്റീഷൻ എഴുതിയാണെന്ന്. അത് കണ്ട വ്യത്യാസം മനസ്സിലാവും. എന്തൊരു കുറെ വെബ്സൈറ്റ് ആണിത്. ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബീറ്റാഗും, ഒരു ബട്ടണും, പിന്നെ ഒരു ബിറ്റ്. കോഡ് നോക്കും. അവർക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മതി. അതിനാണ് ഗിറ്റബ് ഉപയോഗിക്കുന്നത്. നമ്മളപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കമ്മിറ്റ് ഇട്ടില്ലേ, കമ്മിറ്റ് മെസ്സേജ്, നമ്മളപ്പോൾ ഒരു പ്രോജക്റ്റ് ഞാനിപ്പോൾ അതിൻ്റെ ഡോക്ടറിൻ്റെ പ്രോജക്റ്റ് ഇതിനകത്ത് കാണണം. അതിനകത്ത് ഞാനത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇതാണ് അശ്വിൻ അശോക് ഡോക്ടറിനകത്ത് കയറി. ഇത് ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് ആയതുകൊണ്ട് കണ്ട 39 കമ്മിറ്റ്സിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോഴൊക്കെയാണ് ഈ പ്രോജക്റ്റ് അപ്ഡേറ്റ് ചെയ്തെന്നുള്ള ഡേറ്റ് കാണിക്കും. ഇതാ കണ്ട ഓൺ ഓഗസ്റ്റ്. അവർക്കപ്പോൾ ഓരോ സമയത്തെ കോഡ് നോക്കാൻ പറ്റും. അവർക്ക് പിടിക്കാൻ പറ്റും. പോരാത്തതിന് ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റൂല. കുറെ ഇഷ്യൂ വരുവാടാ.
ഓക്കെ ഓക്കെ. അവർക്ക് ഈ പിന്നെ ഈ നമ്മുടെ അടുത്ത് തന്നെ അവർക്ക് അവസാനം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. നിങ്ങളുടെ സൈറ്റില്ലേ, നിങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്തത്? അപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ ടെംപ്ലേറ്റ് എടുത്ത് ആദ്യത്തെ ഒരെണ്ണം സെറ്റ് ചെയ്യാം, കുറച്ച് ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ അടുത്തും ചോദിക്കുമോ ഇത് എങ്ങനെയാണ്? ഞാൻ ഇവിടെ നിന്നാണ് എടുത്തതെന്നാണ് തോന്നുന്നത്. ഞാനപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യാം. അതാ നടക്കുന്നു. ഇപ്പൊ ജസ്റ്റ് ഒരു HTML-ഉം CSS അറിയാം. ഇത് അറിഞ്ഞുകൂടാതെ വരുന്നവർക്കാണ് കുഴപ്പം. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരിടത്തുനിന്ന് മാറ്റുമ്പോൾ അപ്പുറത്തെടുത്തത് പോകും. മനസ്സിലായില്ലേ? അറിഞ്ഞുകൂടാത്ത ഒരാൾ ഇങ്ങനെ ചെയ്യാൻ നോക്കിയാൽ. അതേസമയം നിങ്ങൾക്കിപ്പോൾ ബേസിക് ഐഡിയ ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് പേര് മാറ്റി സെറ്റ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇതാണ്ട CV ടെംപ്ലേറ്റ്. മനസ്സിലായി ഞാൻ പറഞ്ഞേ? വേറൊരു പുതിയ ന്യൂ റെപ്പോസിറ്ററി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ പുതിയ ടെംപ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ അത് ഡൗൺലോഡ് ചെയ്ത് VS കോഡിൽ ഓപ്പൺ ആക്കി വരുത്തേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തി ഗിറ്റബിൽ പോയി പുതിയൊരു റെപ്പോസിറ്ററി തുടങ്ങി കോഡ് കമ്മിറ്റ് ചെയ്ത് പേജസിലിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഞാനപ്പോ അത്ര തന്നെ ബേസിക്കലി. ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ കുറച്ച് ടെംപ്ലേറ്റുകൾ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ട് ലിങ്ക് ഗ്രൂപ്പിലിടാം. അന്ന് എവിടെന്നാ എന്തോ അത്രയും നല്ലതൊക്കെ. ഇതെല്ലാം വൻ കൂറയാണല്ലോ. നോക്കട്ടെ, ഒന്നുകൂടെ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഫ്രീ വെബ്സൈറ്റ് ടെംപ്ലേറ്റ്സ്. ഫ്രീ CSS കളറിലിട്ട്. എടാ നീ ഇൻസ്റ്റാഗ്രാമിലെ പേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ. ഗൂഗിളാണ് മെയിനായിട്ട് പെട്ടെന്ന് ട്യൂട്ടോറിയലൊക്കെ. ഞാൻ യൂട്യൂബിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ്ട ഇതപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഇതാണ്ട ഇവർ ഡൗൺലോഡ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. എന്തോ സിപ്പ് ഫയലാണ്, സേവ് ചെയ്തു. അതിനകത്ത് ലൈസൻസ് സോഴ്സ് ഫോർ ഡിസൈനർ. ഓ മൈ ഗോഡ്. ഇത് വെബ്സൈറ്റ് ടെംപ്ലേറ്റ് അഡോബ് എഡിറ്ററിൻ്റെ ആണ് കേട്ടോ. ഇത് ഫ്രീ അല്ലേ? പണ്ട് കുറേ എണ്ണം ഫ്രീ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം പെയ്ഡ് ആക്കി അവർ. അതാണ് ഞാൻ ഇതൊക്കെ തുടങ്ങിയപ്പോ ഞാൻ തുടങ്ങിയ ഇടയ്ക്കൊക്കെ വെറുതെ കിട്ടുമായിരുന്നു. എന്തായാലും വെറുതെ സമയം കളയാം. ഞാൻ കിട്ടുന്നെങ്കിൽ എടുത്തിട്ടേക്കാം. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. CSS-ഉം HTML ഫയലും ആവശ്യാനുസരണം നിങ്ങളുടെ ഇഷ്ടത്തിന് കളർ മാറ്റുക, ടാഗിൽ പേരിടുക, ലിങ്ക് മാറ്റുക, ഇമേജ് മാറ്റുക, എന്നിട്ട് ഗിറ്റബിൽ ഇടുക, പബ്ലിഷ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. സാധനം റെഡി. അല്ല ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരെണ്ണം സ്ക്രാച്ച് ചെയ്യുന്ന CSS-ഉം ബൂട്ട്സ്ട്രാപ്പും HTML-ഉം വെച്ച് ചെയ്തെടുക്കാന്നുള്ളേ ഉള്ളൂ. ഓക്കെ. മതി നല്ലത് അതാണ്. ഞാനേ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മള് മടിയന്മാര് കാണുമല്ലോ എല്ലാവരുടെയും കൂട്ടത്തിൽ. അതാണ്. അപ്പൊ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ. നീ ഇപ്പം ബേസിക്കലി ഞാനാണെങ്കിൽ ആദ്യം എൻ്റെ അടുത്ത് സ്ക്രാച്ച് ചെയ്ത് ബിൽഡ് ചെയ്ത് വെറുതെ കോൺഫിഡൻസ് പോണതിന് പകരം ആദ്യം ഒരു ടെംപ്ലേറ്റ് എടുത്ത് അത് ചെയ്ത് ഹോസ്റ്റ് ചെയ്യാൻ ഇത്തിരി കൂടെ പവർ കിട്ടത്തില്ലേ? എന്നെ കൊണ്ട് ഇത് പറ്റും. പിന്നെ സമയമുള്ളപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് വന്നോളും. പറ്റിയത് ആദ്യമേ സ്ക്രാച്ച് ചെയ്ത് തുടങ്ങി പകുതി എത്തുമ്പം മെന്റർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഡൗട്ട് ചോദിച്ച ഒരാൾ ക്ലിയർ ചെയ്ത് തരുമെങ്കിൽ സീനില്ല. അതേസമയം അതില്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആയിപ്പോടെ, ഡിപ്രഷൻ അടിച്ച് അത് അവിടെ ഇട്ടിച്ചു പോകും. പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. ടൈം ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്തത് നല്ലതാണ്. ആദ്യം സ്ക്രാച്ച് ചെയ്ത് വരുമ്പോൾ ഇത്തിരി ടൈം എടുക്കുമെങ്കിലും സെറ്റ് ചെയ്തെടുക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ്. എങ്കിൽ പിന്നെ ഞാൻ എത്രയാണ് ഉദ്ദേശിച്ചത്, എല്ലാവർക്കും ബൂട്ട് ക്യാമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ?